ഇപ്പം അങ്ങയെ കാണാൻ വരുന്നവരെ സ്വീകരിക്കുന്നതിലും അവർക്ക് ഭക്ഷണം നൽകുന്നതിലും അങ്ങ് കാട്ടുന്ന വലിയ ആതിഥേയ മര്യാദ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അത് മാതൃകയാക്കാൻ ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ശീലം അമ്മയിൽ നിന്നാണോ കിട്ടിയത്, അല്ലെങ്കിൽ കുടുംബ പശ്ചാത്തലത്തിൽ നിന്നാണോ കിട്ടിയത്? അത് അമ്മയുടെ കയ്യിൽ നിന്ന് തന്നെയായിരിക്കണം അത് കിട്ടിയത്. കാരണം ഞങ്ങൾ കുട്ടികൾ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ പിന്നെ ചില സുഹൃത്തുക്കളോട് കൂടി വീട്ടിൽ ചെന്നാൽ വലിയ തോതിൽ സൗകര്യങ്ങളൊന്നും വീട്ടിലൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഉള്ളത് വെച്ച് പെട്ടെന്ന് തന്നെ അമ്മ അവർക്ക് എന്തെങ്കിലും കൊടുത്തിരിക്കും, വളരെ പെട്ടെന്ന് കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ട്. അങ്ങനെയൊരു രീതി ചെറുപ്പത്തിലേ കണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിരിക്കാമെന്നാണ് തോന്നുന്നു. അങ്ങേക്ക് പാചകം ഇഷ്ടമാണോ? ജീവിതത്തിൽ എപ്പോഴെങ്കിലും അങ്ങ് അടുക്കളയിൽ കയറിയിട്ടുണ്ടോ? പാചകം ഒരു കലയാണ്. ആ കലയിൽ ഞാൻ അത്ര വിദഗ്ധനല്ല. പക്ഷേ ഇടയ്ക്ക് ഞാൻ ചായ ഉണ്ടാക്കുമായിരുന്നു, നേരത്തെ ചായ കുടിക്കുന്ന കാലത്ത്. അത് ശീലിച്ചിരുന്നു. അതിനപ്പുറത്ത് ഇല്ല, ഒന്നിലേക്ക് കടക്കാൻ എനിക്ക് ധൈര്യം കിട്ടിയിട്ടില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ അങ്ങയുടെ പ്രിയപ്പെട്ട ഒരു ഭക്ഷണം എന്താണ്? ഞാൻ സാധാരണ പിന്നെ ഏത് ഭക്ഷണവും കഴിക്കുന്ന കൂട്ടത്തിലാണ്. പക്ഷേ ഇപ്പം അടുത്ത കാലത്തായിട്ട് ചില നിയന്ത്രണങ്ങൾ ഞാൻ തന്നെ വെക്കാറുണ്ട്. ഇന്ന് ചിലതേ കഴിക്കൂ, ചിലത് കഴിക്കില്ല എന്നൊക്കെ ഉള്ളത്. എന്നാൽ ഒരു ഭക്ഷണത്തോടും അപ്രിയമില്ല, ഒന്നും മാറ്റി നിർത്താറില്ല. എല്ലാം കഴിക്കുന്ന ഒരു പൂർണ്ണക്കാരനാണ് ഞാൻ. ഈ ചിലപ്പോൾ ഭാര്യ അല്ലെങ്കിൽ അമ്മ അങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കുന്ന ഭക്ഷണത്തോടായിരിക്കും കൂടുതൽ താല്പര്യം. അങ്ങനെയൊക്കെ അങ്ങനെ ഉണ്ടോ? എനിക്ക് തീർച്ചയായും അതാണ്. വീട്ടിലെ ഭക്ഷണമാണ് എനിക്ക് ഏറ്റവും താല്പര്യം. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഭക്ഷണം കഴിക്കുമ്പോൾ പലപ്പോഴും വീട്ടിലെ ഭക്ഷണത്തെ പറ്റി താരതമ്യപ്പെടുത്തി പോകും. അതെപ്പോഴും എനിക്ക് താല്പര്യം വീട്ടിലെ ഭക്ഷണം തന്നെയാണ്. അമ്മയെപ്പറ്റി നമ്മൾ ഒരുപാട് സംസാരിച്ചു. അമ്മ എന്നത് ഒരു കൺകണ്ട ദൈവമാണ്. അങ്ങയുടെ അമ്മയെപ്പറ്റി, ആ ആത്മബന്ധത്തെപ്പറ്റി അങ്ങേക്ക് എന്തെങ്കിലും കൂടുതൽ പറയാനുണ്ടോ? അമ്മയുടെ വേർപിരിയലാണ് പറയാനുള്ളൊരു ഭാഗം. അതായത് അന്ന് ഞാൻ തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് പാർട്ടി സെക്രട്ടേറിയറ്റ് മെമ്പറായിട്ട് ഫുള്ളായിട്ട് ഇവിടെ നിൽക്കുന്ന സമയം. അപ്പോൾ ഒരു ദിവസം, എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് സംസാരിക്കും. ഒരു ദിവസം ഭാര്യ വിളിച്ചപ്പോൾ ചെറിയ സംസാരത്തിലൊരു വ്യത്യാസം പോലെ തോന്നി. അത് അമ്മയുടെ പിന്നെ ആരോഗ്യസ്ഥിതി പറയുമായിരുന്നു. നല്ല അവശത ഉണ്ടായിരുന്നു അപ്പോൾ. മറ്റൊന്നും പറഞ്ഞില്ല, പക്ഷെ എനിക്ക് തോന്നി എന്തോ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ആ കാലത്ത് ചടയം ഗോവിന്ദനാണ് സെക്രട്ടറി. അപ്പോൾ ഞാൻ പറഞ്ഞ് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു, ഞാനൊന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അങ്ങനെ വൈകുന്നേരം വീട്ടിലേക്ക് പോയി. രാവിലെ അവിടെ എത്തി. വീട്ടിലെത്തി. അപ്പോൾ അമ്മ അവിടെ കിടന്നിട്ടുണ്ട്. അവിടെ നിന്ന് എഴുന്നേറ്റിരുത്തി എൻ്റെ ദേഹത്തിങ്ങനെ ചാരിയിരുന്ന് ലേശം വെള്ളം കൊടുത്തു. ആ വെള്ളം കുടിച്ചു. അവിടെ കഴിഞ്ഞു. വേണ്ടി അതെ. അപ്പോൾ അതാണ് അതിൻ്റെ പ്രത്യേകത. അത് കഴിഞ്ഞിട്ട് എനിക്കറിയാം അമ്മ ഏത് നിമിഷവും മരണപ്പെടും എന്നൊക്കെ നമുക്കറിയാമല്ലോ. പക്ഷേ ഞാനും വൈഫും മാത്രമേ ആ സമയത്തുള്ളൂ, മറ്റാരുമില്ല. അപ്പോൾ ഞാൻ പുറത്തിറങ്ങിയിട്ട് ആളോട് പറയണമല്ലോ. പുറത്തിറങ്ങി ഒരാൾ മുമ്പിൽ വന്ന് വിട്ടു, ഒരു നാണു എന്ന് പറയുന്നയാൾ. പക്ഷെ ഒരക്ഷരം വാക്കിങ്ങോട്ട് വരുന്നില്ല, പറയാൻ പറ്റുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി അതങ്ങനെയൊരു ബന്ധമായിരുന്നു. അതായത് ഞാൻ കേട്ടിട്ടുണ്ട് അമ്മയുടെ മടിയിൽ തലവെച്ച് കിടന്ന് അങ്ങനെ രാമായണം കേൾക്കുന്നത്. അങ്ങക്ക് ഭൂതപ്രേത പിശാചുക്കളൊക്കെ പേടിയായിരുന്ന സമയത്ത് അങ്ങനെയല്ലേ കുട്ടികൾ? ഭയങ്കര പേടിയായിരുന്നു, ചെറിയ പേടിയല്ല. അപ്പൊ ഇതെല്ലാം കേട്ട് കഴിഞ്ഞ് അങ്ങക്ക് ഒരു ആന്തരികമായ ഒരു ആത്മീയ വശം ഉണ്ടായിട്ടുണ്ടോ? ഈ നേരത്തെ പറഞ്ഞു, എന്നാലും ഒരു സന്യാസം എന്ന് പറഞ്ഞ പോലെ അങ്ങക്കൊരു ആന്തരികമായ ഒരു ആത്മീയ വശമുണ്ടെന്ന് വളരെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതായത് ഇതിനെപ്പറ്റി പറയാറ് സാധാരണ നിസ്സാരമായുള്ള സംസാര സാഗരം എന്നാണ്. അതെ. അപ്പൊ അങ്ങനെയൊരു തോന്നലാണ് ആ ചെറുപ്പകാലത്ത് എനിക്ക് ഉള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് കുറേ ആ സ്വാധീനം എന്നിലുണ്ടാവും തന്നെയാണ് തോന്നുന്നത്. പക്ഷെ ഭൂതപ്രേത പിശാചുക്കളെ പറ്റി ഭയങ്കര വിശ്വാസമായിരുന്നു. ആ സമയത്ത് ലൈറ്റോ അങ്ങനെയൊന്നും അധികം ലൈറ്റ് ഇല്ലല്ലോ. പിന്നെ എൻ്റെ വീട്ടിൽ ഇലക്ട്രിസിറ്റി വരുന്നത് തന്നെ പിന്നെ ഞാൻ MLA ആയിരിക്കുമ്പോൾ പോലും ഇല്ല. അങ്ങനെയൊരു കാലമാണത്. അങ്ങനെയൊരു അവസ്ഥയാണ്. രാത്രി ആയാൽ പിന്നെ ഇരുടല്ലേ എല്ലാ സ്ഥലത്തും. അപ്പോൾ എവിടെയും ഏത് ഭൂതവും പ്രേതവും പ്രത്യക്ഷപ്പെടാം. അതൊക്കെ പിന്നെ ഒരു ചെറിയ സമയം കഴിഞ്ഞപ്പോൾ നമ്മൾ വളരുകയല്ലേ, അതനുസരിച്ച് മാനസിക വളർച്ചയും വരികയല്ലേ. അത് പിന്നെ ഞാൻ തന്നെ മാറ്റിയെടുത്തതാണ് ബോധപൂർവ്വം.